എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പൊങ്കൽ ദിവസ ആശംസകൾ. ഞാൻ അങ്ങനെ ഇന്ന് പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ് മാടന്നട. അങ്ങനെ എല്ലാം റെഡിയായി തയ്യാറായി നിൽക്കുകയാണ്. സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നെല്ലാം കാണിക്കും. പൂവ് കുറച്ച് പൂവേ ഉള്ളൂ. പൂ വിടർന്നില്ല, അത് രാവിലെ ആയതുകൊണ്ട്. വേണ്ട കൊതുമ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തത് ഇനിയും ഉണ്ട്, ബാക്കി പുറത്തിരിക്കുന്നു. പിന്നെ ഏതാണ്ട വെള്ളം പിടിക്കാനുള്ളത് ചെറിയ കലമാണ് ഈ പ്രാവശ്യം. വലിയ കലമാണ് എനിക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിന്. എല്ലാം റെഡിയായി ഞാൻ ഇറങ്ങുകയാണ്. അവിടെ അനൗൺസ്മെൻ്റൊക്കെ കേൾക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് പറയാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. കലമൊക്കെ അടുപ്പൊക്കെ സംഘടിപ്പിച്ച് കലമൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന് ഒഴിച്ച് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗണപതി ഒരുക്കൊക്കെ വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ അവിടെ നിരത്തി ഇനി തീ കത്തിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കൂടാതെ ഞാൻ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചു. ഒരു മോള് എൻ്റെ തൊട്ടടുത്ത് നിന്ന് കൊച്ചിൻ്റെ മോള് വീഡിയോ എടുക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് എടുക്കുക. അങ്ങനെ എൻ്റെ മൊബൈലും എടുത്ത് കൊച്ച് നാണിച്ച് നിൽക്കുന്നു. അങ്ങനെ കൊച്ചിൻ്റെ അമ്മ എനിക്ക് വീഡിയോ എടുത്ത് തന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നു. എല്ലാവരും വന്ന് അവരവരുടെ സ്ഥാനം കണ്ടുപിടിച്ച് നിൽപ്പായി. പൊരി വെയിലുള്ള സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പൊങ്കാലയിട്ട് കഴിയുമ്പോഴത്തേനും മാത്രമേ വെയിലാകത്തുള്ളൂ. നല്ല ഗാനമേളയൊക്കെ ഭക്തിഗാന സുതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ അനുസരിച്ച് ആ കൊച്ചു വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ കലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിൽക്കുന്നു. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓഡിറ്റോറിയത്തിൽ ഗാനമേള നടക്കുന്നുണ്ട്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പൊങ്കാലയുടെ പ്രാധാന്യവും അതിൻ്റെ ഉദ്ദേശവും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടി അടുപ്പ് കൂട്ടുന്നതിൻ്റെയും ആളുകൾ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് കാണുന്നത്. കുറേ പേരെല്ലാം നേരത്തെ തന്നെ സ്ഥാനം ഉറപ്പിച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് ഇതാണ് സ്റ്റേജ്. ഗാനമേള തകർക്കുന്നു. ഭക്തി ഗാനസുധ നല്ല കിടിലം പാട്ടുകളൊക്കെ ആയിരുന്നു. ദാണ്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് പണ്ടാര അടുപ്പിൽ കത്തിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ പറക്കിയെല്ലാം വെച്ച് കലവും എല്ലാം വെച്ചിട്ട് ഞാൻ ആ പണ്ടാര അടുപ്പ് കത്തിക്കുന്നതിൻ്റെ അവിടെ പോയി ഇന്നൊരു വീഡിയോ എടുത്തു. അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ ഉന്തി അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി. ആരും ഒന്നും പറഞ്ഞില്ല. ചെന്ന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത്. അങ്ങനെ ഞാൻ നടന്നങ്ങോട്ട് ചെല്ലുന്നതാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പൊങ്കാല ഇടുന്നതിനാണ്. അവിടെ ഞെങ്ങിയാണ് ഇത്തവണ ഒരുപാട് ആളുകൾ പൊങ്കാലയിട്ട്. ഇതാണ് പണ്ടാര അടുപ്പ്. വിറകെല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇനി അകത്തുനിന്ന് സ്വാമി നല്ല ചെണ്ട കൊട്ടൊക്കെ ആയിട്ട് വന്ന് ഈ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ പൊങ്കാല ആരംഭിക്കും. എല്ലാവരും കയ്യിൽ ചൂട്ടും 2-3 ഈ ചൂട്ടും പിന്നെ ഓലയും ഒക്കെ ആയിട്ട് അത് കത്തിക്കുന്നതിനായിട്ടുള്ള സാമഗ്രികളുമായിട്ട് കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ മുമ്പിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക്. ഗണപതി ഒരുക്കുമുണ്ട്. അങ്ങനെ പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചു. ഇതാണ് ഇവിടെ ഉച്ചയ്ക്ക് സമൂഹ സദ്യയുണ്ട്. ഇന്ന് ഭയങ്കര സദ്യയാണ്. ഉച്ചയ്ക്ക് ഒരു 12:30 തൊട്ടൊക്കെ തുടങ്ങിയാൽ വൈകുന്നത് വരെ കാണുന്ന അത്രയും വലിയ സദ്യയാണ്. ഭക്തജനങ്ങളെല്ലാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉത്സാഹപൂർവ്വം കുട്ടികളും എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് വരും. ഇതാണ് എൻ്റെ അടുത്ത് നിന്ന കൊച്ച്, അതിൻ്റെ മോളുമാണ്. എൻ്റെ പൊങ്കാല ഇത്തവണയും തിളയ്ക്കുന്നതിന് കുറച്ച് പാടായിരുന്നു. എനിക്കുള്ള തീയിടലിൻ്റെ കുഴപ്പം കൊണ്ടാണ്. എല്ലാ ലേഡീസും നല്ല സെറ്റ് സാരിയും ചിലവരൊക്കെ സെറ്റ് മുണ്ടുമൊക്കെ ഉടുത്ത് അങ്ങനെ പണ്ടാര അടുപ്പിൽ നിന്നുള്ള തീ എല്ലായിടത്തേക്കും പകർന്നപ്പോൾ ഞാൻ എൻ്റെ അടുപ്പിലും തീ കത്തിച്ചു. തീ അങ്ങനെ ആളി കത്തുന്നു. എൻ്റെ തീയിടലിൻ്റെ മിടുക്ക് കൊണ്ടായിരിക്കും
പിന്നെ കുറേ പാടുപെട്ടാണ് തിളച്ചത്. തിളച്ച് തൂകിയതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തീയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് ഇതിൻ്റെ പുറത്ത് പോയതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ തിളച്ച് തൂവിപ്പോണമെന്നൊക്കെ പറയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ തിളച്ച് തൂവിയൊക്കെ പോവും. ഇത് തൂവി പോകുന്നത് ഞാൻ കാണാഞ്ഞതായിരിക്കാം ഒരു പക്ഷേ. കുറേ താമസിച്ചാണ് തിളച്ചത്. എൻ്റെ തീയിടിയിൽ അത്ര പോരാ, അതാണ് കാരണം. ചില കലത്തിലൊക്കെ പെട്ടെന്നങ്ങ് തിളയ്ക്കും. ഇത് എല്ലാ പൊങ്കാലയ്ക്കും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതൊന്നുമല്ല, ഇത് സത്യമാണ്. ഇത് അവിടെ ഇവിടെയൊക്കെ നിന്ന് കൊച്ചു ലേഡീസ് കൊച്ചു വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവരൊക്കെ എല്ലാം ഒത്തുകൂടാനൊക്കെ ഉള്ള ഒരു അവസരവും കൂടിയാണ് പൊങ്കാല. എല്ലാവരും പൊങ്കാല ഇടത്തിലെ കൂടെ വരുന്ന പിള്ളേരും എല്ലാ സെറ്റുകളും ഇവിടെ കാണും. ഇത് അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് ചേർന്ന് ആ മണലിലുള്ള പൊങ്കാലയാണ്. ഇവിടെ അത്ര വെയിലും ഒന്നും കാണത്തില്ല. നല്ല സുഖകരമായ ഒരു കാറ്റുമൊക്കെ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നടപ്പന്തലിനകത്ത് ആളുകളൊക്കെ ഇരുന്ന് പൊങ്കാല കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വരും. ഞാനങ്ങനെ നിൽക്കുന്നു. ഇത് എവിടെയാണെന്നറിയാമോ കൂട്ടുകാരെ? പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ട്. അതിൻ്റെ ക്യൂ ആണ്, നീണ്ട ക്യൂ ആണ്. പൂജ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വകയായിട്ടുള്ള പ്രഭാത ഭക്ഷണം ഒരുക്കി. ഇഡലി വിത്ത് സാമ്പാർ, അതൊക്കെ ഇത്രയും ക്യൂ ആണ്. ഇത്തിരി കഷ്ടപ്പാടാണ് ഇത് വാങ്ങിക്കുന്നത്. ചുക്ക് കാപ്പിയും ഉണ്ടായിരുന്നു. ഞാൻ ഈ ക്യൂവിൽ നിന്നിട്ട് ഉടനെ തന്നെ പോയി ചുക്ക് കാപ്പി വാങ്ങി കുടിച്ചു. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു സുഖം, ചൂട് ഈ പൊരി വെയിലത്തുനിന്ന് അല്പം ആശ്വാസം. അങ്ങനെ ഞാൻ എല്ലായിടത്തും ഒക്കെ നടന്ന് കുറച്ച് സമയം ഇതൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അവിടെ സ്റ്റേജിലായിട്ട് പാട്ടൊക്കെ നിർത്തി. ഉടനെ തന്നെ വെള്ളം കൊടുപ്പ്, പലതരത്തിലുള്ള ഫ്രൂട്ടി കണക്കുള്ള കുപ്പിക്കകത്ത് പലതരത്തിലുള്ള കുപ്പികളിലുള്ള വെള്ളം കൊടുക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം അല്ല, വേറെ അതിന് പകരമുള്ള വേറെ വെള്ളങ്ങളുണ്ടല്ലേ. എനിക്ക് ഒരെണ്ണം കിട്ടി, മഞ്ഞ കളറിലുള്ളതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാനത് കുടിച്ചു. എന്നിട്ട് ആളുകളൊക്കെ ഇനി പ്രഭാത ഭക്ഷണവും ഈ വെള്ളം കുടിക്കുന്നതിനും ചുക്ക് കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നതിനൊക്കെയുള്ള തിരക്കിലാണ്. എല്ലാവരുടെയും പൊങ്കാലയൊക്കെ നല്ല തിളച്ച് വെന്തു. പൊങ്കാലയൊക്കെ അടച്ച് വെച്ചിട്ട് ഞാനും അങ്ങോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഇഡലിയൊക്കെ കഴിച്ച്, ഭയങ്കര വെയിലാണ്, ഇഡലിയെല്ലാം കഴിച്ച് ഞാനവിടെ എൻ്റെ കലത്തിൻ്റെ അടുത്ത് വന്നങ്ങ് നിൽക്കുകയാണ്. ഇനി ഉടനെ തന്നെ തീർത്ഥം തളിക്കുമെന്ന് അനൗൺസ് ചെയ്തത് കേട്ടു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ആ ഇട്ട സ്ഥലത്ത് വന്ന് സ്ഥാനം ഉറപ്പിച്ചു. ഞാൻ മാത്രമാണ് ഇത്തവണ പൊങ്കാല ഇടാനായിട്ട് പോയത്. കാരണം അതിരാവിലെ പോകണമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇട്ടൊക്കെ തീർന്ന് ഇനി തീർത്ഥം തളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും നിൽക്കുകയാണ്. ഇപ്പം വരും തീർത്ഥം തളിക്കാനെന്ന് വിചാരിച്ച്. ഇപ്പോൾ പക്ഷേ നിമിഷ നേരം കൊണ്ട് തീർത്ഥം തളിച്ചങ്ങ് തീർന്നു. ആ തീർത്ഥം തളിച്ച് തീർന്ന ഉടനെ തന്നെ ഞാൻ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തൊഴുതത്. എന്നിട്ട് ഞാൻ തീർത്ഥം തളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കല നമ്മൾ ഇറക്കി വെച്ച്, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് തുറന്ന് വെച്ച് ആ കർപ്പൂരം കത്തിച്ച് 3 പ്രാവശ്യം കലത്തിന് ചുറ്റും ഉഴിഞ്ഞിട്ട് അതവിടെ വയ്ക്കുമ്പോഴേക്കുമാണ് സ്വാമി തീർത്ഥം തളിക്കാനായിട്ട് എത്തുന്നത്. നല്ല ചെണ്ട കൊട്ടും കയ്യിൽ ഈ നമ്മൾ എന്തെങ്കിലും ദക്ഷിണ ഇട്ട് കൊടുക്കണം, അതിൻ്റെ പാത്രവും ഒക്കെ ആയിട്ട് 2 സ്വാമിമാർ 2-3 പേര് കാണും അവർ വരുന്നത്. ആദ്യമേ തന്നെ പൊങ്കാലയുടെ റെസിപ്റ്റ് എഴുതിയ 50 രൂപ വീതമായിരുന്നു ഓരോ കൂപ്പണ്. അത് എല്ലാവരും എടുക്കണം, പൊങ്കാല ഇടുന്നവർ. ഇതെൻ്റെ തൊട്ടടുത്ത് നിന്ന മോളാണ്. ഒരു വെയിൽ കൊണ്ട് കുഴഞ്ഞെന്നാണ് തോന്നുന്നത് കൊച്ച്. ആമ്പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഭയങ്കര വിളച്ചിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഇതും എൻ്റെ ലൈനിൽ നിന്ന ആളുകളാണ്. അങ്ങനെ തീർത്ഥം തളിച്ച കുറേ ആളുകളെല്ലാം അതുമായിട്ട് പോയി. അങ്ങനെ പണ്ടാര അടുപ്പിലെ പൊങ്കാലയെല്ലാം തീർന്ന് അത് എല്ലാവർക്കും കൊടുത്തും കഴിഞ്ഞു. എന്നിട്ടാണ് ഞാൻ അവിടെ വന്ന് കണ്ടത്. ഇതാണ് അതിൻ്റെ തൊട്ടിപ്പോൾ എനിക്ക് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റി.
വേണ്ട ഇത് അതിൻ്റെ മുമ്പിലുള്ള വിളക്ക്, ഗണപതി ഒരുക്ക്, ആളുകളൊക്കെ ആ പന്തലിൽ ഇരിപ്പുണ്ട് ഇതാണ് അമ്പലക്കുളം. ഈ കുളം ഞാൻ മുമ്പ് എനിക്ക് ഇട്ടെങ്കിൽ അത് രാത്രി ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. നല്ല കൃത്യമായിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. നല്ല പച്ച കളറിലും ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്. ഈ മീൻ പൊരിയൊക്കെ ഇട്ട് കൊടുക്കും. അത് പിള്ളേരൊക്കെ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. കുളം കാണുന്നത് ഒരു കൗതുകമാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ. അവരതിൻ്റെ പടവുകൾ ഇറങ്ങി താഴെ വന്നിരുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ മീനപ്പൊങ്കൽ തീർന്നു. ഞാൻ വീട്ടിലെത്തി. ടാറ്റാ.